ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അമൃതം പൊടി കൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് വേഗം തന്നെ ഇനി വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാൻ ഇതവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബൗളിലേക്ക് 1 കപ്പ് അമൃതം പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കട്ടെ, മുഴുവനും അമൃതം പൊടി തന്നെ എടുക്കാം. അതല്ലെങ്കിൽ പകുതി അമൃതം പൊടിയും പകുതി ഗോതമ്പ് പൊടിയും വേണമെങ്കിൽ അങ്ങനെയും എടുക്കട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. മുട്ട നമ്മൾ ഉണ്ടാക്കുന്നതിലേക്ക് ഒരിക്കലും നേരിട്ടിട്ട് ഒഴിച്ച് കൊടുക്കരുത്. മുട്ട കേടാന്നുണ്ടെങ്കിൽ ഇത് മുഴുവനും ഒഴിവാക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ മുട്ട നമ്മളൊരു ബൗളിൽ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തതിന് ശേഷം മാത്രമേ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാവുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഒരുപാട് ഒന്നിച്ചിട്ട് ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ, കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ഞാൻ ഇതിവിടെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ലൂസിലാണ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇത് ഇരിക്കും തോറും കുറച്ചുകൂടി ഒന്ന് ടൈറ്റ് ആകുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ദോശ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇതാ നല്ല ചൂടായ പാത്രത്തിലേക്ക് ഓരോ തവി ദോശമാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ആറി വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യാക്കി കൊടുക്കാം. എന്നിട്ട് ഇത് തിരിച്ചിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് നെയ്ക്ക് പകരം വേണമെങ്കിൽ ഓയിലും എടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ദോശ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഇത് പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ദോശ മുഴുവനും ചുട്ടെടുക്കാം. അപ്പോൾ നമ്മളെന്നും കുട്ടികൾക്കൊക്കെ അമൃതം പൊടി കൊണ്ട് ഇങ്ങനെ കുറുക്ക് പോലെ അങ്ങനെയല്ലേ കാച്ചി കൊടുക്കുകയല്ലേ ചെയ്യൽ. അതെല്ലാം ഒന്ന് ഒഴിവാക്കിയിട്ട് ഇതുപോലെ ദോശയൊക്കെ ചുട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ കുട്ടികൾ താല്പര്യത്തോടെ കഴിക്കും. ഈ ഒരു ദോശയുടെ കൂടെ നമുക്ക് കറിയൊന്നും ആവശ്യമായിട്ടില്ല കേട്ടോ. തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടും അതുപോലെ പഞ്ചസാരയൊക്കെ ചേർത്തിട്ടൊക്കെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. കറി കൂട്ടിയിട്ട് ഒട്ടും തന്നെ ടേസ്റ്റില്ല. ഞാൻ കറി കൂട്ടിയിട്ട് കഴിച്ചു നോക്കി, ഒട്ടും ടേസ്റ്റില്ല കേട്ടോ. അപ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ അതുപോലെ പഞ്ചസാരയെല്ലാം കൂട്ടിയിട്ട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നല്ല മധുരട്ട ചായയുടെ കൂടെയെല്ലാം വൈകുന്നേരമെല്ലാം ഇതിങ്ങനെ ചുരുട്ടിയിട്ട് കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കയ്യിൽ അമൃതം പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയിട്ട് വൈകുന്നേരം ചായയുടെ കൂടെ ഒന്ന് തയ്യാറാക്കി നോക്ക്, നല്ല അടിപൊളിയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇനി ഇഷ്ടമായില്ലെങ്കിലും നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്തോട്ട് സപ്പോർട്ട് ചെയ്യണേ.